നമ്മളിപ്പോൾ ഉള്ളത് കാന്തല്ലൂരാണ്. കുറേയധികം കാഴ്ചകളുള്ള നല്ല കിടിലൻ ക്ലൈമറ്റ് ഉള്ള ഒരു ചെറിയ ഗ്രാമം. മൂന്നാർ ടൗണിൽ നിന്നും മറയൂർ വഴി 50 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം ഇവിടെ എത്തുവാനായിട്ട്. മനസ്സും ശരീരവും ഒരുപോലെ തണുപ്പിക്കാൻ ശേഷിയുള്ള കാന്തല്ലൂരിലെ കാഴ്ചകളും ജീവിത രീതികളും കൃഷിയിടങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് അടിച്ചു പൊളിച്ച് താമസിക്കാൻ പറ്റിയ 2 പ്രോപ്പർട്ടികളും പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണിത്. ഞാനും ബിബിലും സോജോയും 2 ദിവസത്തെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് ഇവിടെ എത്തിയതാണ്. പക്ഷെ 4 ദിവസം ഇവിടെ നിന്നു. അതെന്താണെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവും ഈ വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ ഇറ്റ്സ് മീ ഷബിൻ ഷംസുദ്ദീൻ. കാന്തല്ലൂരിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുണ്ടക്കയത്ത് നിന്ന് കട്ടപ്പന നെടുങ്കണ്ടമൊക്കെ വഴി ഒരു സന്ധ്യാനേരത്താണ് നമ്മൾ മൂന്നാറിലെ ഗ്യാപ്പ് റോഡിലെത്തിയത്. അവിടെ നിർത്തി ഒരു സ്ട്രോങ് ചായയും പൊള്ളിച്ച് ചോളവും ഒക്കെ കൂട്ടി ഒരു കിടിലൻ സൺസെറ്റ് പാസ്സാക്കി. എന്നിട്ട് നേരെ മറയൂർ വഴി കാന്തല്ലൂരിലേക്ക് വെച്ച് പിടിച്ചു. രാത്രി ആയതുകൊണ്ട് ഷൂട്ട് ചെയ്തില്ല കേട്ടോ. 2 മണിക്കൂറൊക്കെ എടുക്കും മൂന്നാറിൽ നിന്ന് കാന്തല്ലൂർ എത്താനായിട്ട്. ഇനി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്. എന്താ, എവിടെയെങ്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ വില്ലേജസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ വില്ലേജ് കാഴ്ചകൾ അത് കാണാൻ വേണ്ടി ഞങ്ങൾ രാവിലെ ഇറങ്ങുവാണ്. അപ്പോൾ ഇവിടെ ഒരു ചായക്കടയുണ്ട് എൻ്റെ ബാക്കിൽ. നമ്മളിവിടെ വന്ന് നിന്നപ്പോഴൊക്കെ രാവിലെയും വൈകിട്ടൊക്കെ ചായയും കാപ്പിയൊക്കെ കുടിച്ച് അവിടുന്ന്. ആറേകാലാകുമ്പം ഈ ചായക്കട തുറക്കുവേ. അപ്പോൾ രാവിലെ തന്നെ പ്രായമായ ആൾക്കാരൊക്കെ വന്നിട്ട് ചായയൊക്കെ മേടിച്ച് കുടിച്ച് ഒരു വന്നൊക്കെ കഴിച്ച് അവിടെ കൂട്ടം കൂടി നിന്ന് വർത്താനം പറയുന്ന കാഴ്ചകളൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു മൂടാണ്. നമ്മൾ പാലക്കാടൊക്കെ പോയാലും വെളുപ്പാങ്കാലത്ത് ഇങ്ങനത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഈ കാന്തല്ലൂർ എന്ന് പറഞ്ഞാൽ ശരിക്കും ചെറിയ ഒരു ഗ്രാമമാണ്. അപ്പോൾ അതിലൊരു വില്ലേജിലോട്ട് ഞാൻ നടന്നു കയറുവാണ്. കഴിഞ്ഞ ദിവസത്തിൽ ചുമ്മാ നടന്നപ്പോൾ കുറേ മഡ് ഹൗസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. ഇന്ന് രാവിലെ നോക്കി ഫുള്ള് കോട കയറി. സൺറൈസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. സമയം 8 മണിയായി. രാവിലെ നടക്കുമ്പോഴുള്ള മെയിൻ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആൾക്കാർ പര നടക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. പിന്നെ എല്ലാ വീടിൻ്റെ ഫ്രണ്ടിൽ പ്രായമായ ആൾക്കാരൊക്കെ കാണും. നമ്മുടെ നാട്ടിലൊന്നും കാണാൻ പറ്റില്ലാത്ത ഒരു കാഴ്ച. പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, നടക്കുന്ന വഴിയൊക്കെ നല്ല ക്ലീനാണ്. പ്ലാസ്റ്റിക്കും അങ്ങനത്തെ ഐറ്റംസൊക്കെ കുറവാണ്. നല്ലൊരു ഭംഗിയുള്ളൊരു ഗ്രാമം. വീടുകൾ കാണാൻ ഒരു പ്രത്യേക ഒരു എസ്തറ്റിക് ലുക്കൊക്കെ ഉള്ള വീടുകളാണ് കേട്ടോ എല്ലാം. എത്രയിലൊക്കെ പഠിക്കുന്നത്? 7ലാ. என்ன சாப்பிட்டு? சோறு சோறு கறி എന്ത്? സൊറക്ക കരിവിക്കർക്കുള്ള മേടിക്കുന്നത്. സൊറക്ക എൻ്റെ ബാഗിൽ കാണുന്ന ഈ സാധനം കണ്ടോ? ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ ഓർത്തത് കിളിക്കൂടാന്നാണ്. പക്ഷെ സൊരക്ക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മത്തങ്ങ പോലത്തെ അല്ലേ? ചൊരക്ക. അത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ ആക്കുന്നത്. അതിൻ്റെ അകത്തെ സാധനം എടുത്തിട്ട് അടുക്കളയിലൊക്കെ സാധനം സൂക്ഷിക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. സാപ്പാടെല്ലാം ഏയ് ഇല്ല இந்த மாதிரி தான் பிடிக்கும். மண்ணு வீடா? மட் ஹவுஸ் எல்லாமே நல்லா இருக்கு இல்லையா? சின்னதுதான், പക്ഷേ சமாதானமா இருக்கு இல்லையா? டவுன்ல எல்லாம் பெருசு. எங்க ஊரு இங்கமே பெருசெல்லாம் இருக்குது. எங்களுக்கு இந்த വീട്. ഇവിടെ മഡ് ഹൗസ് ചെറിയ ചെറിയ വീടുകളാണെങ്കിലും ഉണ്ടല്ലോ, അതിൻ്റെ മുറ്റത്ത് ഇങ്ങനെ പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട്, പൂക്കളെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി റോസാപ്പൂവും എന്തൊക്കെയാണ്. ഈ ചെടിയുടെ പേരണ ഒരു മഞ്ഞച്ചെടി അല്ലേ? അങ്ങനെ നമുക്ക് തൽക്കാലം വിളിക്കാം. അതെല്ലാം വീടിൻ്റെ ഫ്രണ്ടിലുണ്ട്. എനിക്ക് നല്ല കളറല്ലേ, എന്ത് രസമാണ് എനിക്ക്. ഈ ചെറിയ വഴി കൂടെ ആന ഇറങ്ങി വരുമോ? പിന്നെ അതിന് വഴിയൊന്നും പ്രശ്നമില്ല.
ഇതിലിറങ്ങി ഒരു 3 പ്രാവശ്യം ഇതിലിറങ്ങുന്നു. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇതിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഓടിയിട്ടുണ്ട് ഇതിൽ. കുറേ ആനയുണ്ടോ? അത് ഓർമ്മയുള്ളോ? അല്ല, ഇഷ്ടമാരുണ്ട്. 2 എണ്ണമായിട്ട് വരും, 3 എണ്ണം വരും, ഒരു 10-15 എണ്ണം വരും. ഇന്നലെ നല്ല ക്ലിയർ ആയിരുന്നു സ്കൈ. ഇത് ഫുൾ ഇതായി പോയി, മിസ്റ്റേക്ക് പോയി. ഇവിടെ ഫുൾ ടൈം തണുപ്പല്ലേ? അയ്യോ, 2 മാസം തണുപ്പില്ലാണ്ടിരിക്കും. പിന്നെ തണുപ്പും ഞങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര തണുപ്പാ. ഇതല്ലേ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാ ഇത് ചൂടാ, ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. പിന്നെ കാന്തല്ലൂരിൽ എന്നെ ഞെട്ടിച്ച വേറെ സംഭവം എന്നാ അറിയാം, ബസ്സിന്റെ അവൈലബിലിറ്റി കേട്ടോ. ഉച്ചയ്ക്ക് 2 മണി ആ സമയത്ത് മാത്രമേ 2 മണിക്കൂർ ഗ്യാപ്പുള്ളൂ. ബാക്കി എല്ലാ സമയത്തും ഓരോ മണിക്കൂർ ഇടവിട്ട് എറണാകുളത്തുനിന്നും കോട്ടയത്തുനിന്നും മൂന്നാറിനും എല്ലായിടത്തുനിന്നും ഇങ്ങോട്ട് വണ്ടിയുണ്ട്. അപ്പോൾ നമുക്ക് ബസ്സിന് വന്നിട്ട് ബസ്സിന് തിരിച്ചു പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. വൈകിട്ട് 5:45 ഇവിടുന്ന് ലാസ്റ്റ് ബസ് മൂന്നാറിന് പോകുന്നത്. അപ്പോൾ രാവിലെ 3 മണിക്കൊക്കെ എറണാകുളത്ത് വിടുന്ന വണ്ടി ഇവിടെ 9 മണിക്കാകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞു. ഫുള്ള് കോടയാണ് കേട്ടോ. 9 മണിയായിട്ടും കോടയ്ക്ക് മാറ്റമൊന്നുമില്ല. കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഫുള്ളി കോടയാണ്. അപ്പോൾ നമ്മളിവിടെ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് മാർച്ച് അല്ലേ, മാർച്ച് ഏപ്രിലൊക്കെ ഇവിടെ ചൂടുകാലമാണ്. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ഇവിടെ താമസിക്കണേ പാടാന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് തണുത്തിട്ടൊരു രക്ഷയില്ല. ഹായ്, സൺസെറ്റിൻ്റെ ടൈമൊക്കെ ഏകദേശം അടുത്ത്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെയുള്ള 1-2 വ്യൂ പോയിന്റ്സ് കാണിച്ചു തരാവേ. നമ്മുടെ ഭ്രമരം സിനിമയൊക്കെ ഷൂട്ട് ചെയ്തില്ലേ, ആ ഒരു വ്യൂ പോയിന്റ്. പിന്നെ ഒരു പാറയിൽ ഇങ്ങനെ തേനീച്ചക്കൂടുകൾ അത് തൂങ്ങിക്കിടക്കുന്ന ഹണി റോക്ക്. അപ്പോൾ ഇത് രണ്ടും ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല രസമുള്ള കാഴ്ചകളാണെന്നൊക്കെയാണ് കേട്ടത്. ഈ കാന്തല്ലൂർ എന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു സിറ്റി കേട്ടോ. സിറ്റി എന്ന് പറയാൻ പറ്റില്ല, കുഞ്ഞൊരു സ്ഥലം. ഞാൻ അടുത്ത് വട്ടവടയൊക്കെ പോലെയാണ്. ഞാൻ പണ്ട് കുഞ്ഞിലെ ഇവിടെ വന്നിട്ടുള്ളൂ. ഇത് അവിടെ കാണുന്നുണ്ടോ, അതാണ് ഹണി റോക്ക്. അവിടെ തേനീച്ച കൂട് കൂട്ടും. സീസണിൽ അവിടെ നിറച്ച് തേനീച്ചകളാണെന്നാണ് പറഞ്ഞത്. തേനീച്ചകളും തേനീച്ചക്കൂടും. അവിടെ നിന്ന് ഒരു തേൻ സംഭരിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. ഇത് ഇവിടുന്ന് ഈ ലെഫ്റ്റ് കാണുന്ന വഴി കേട്ടോ. നമുക്ക് നേരെ ഭ്രമരം കുന്ന്. നല്ലൊരു മഴ മൂടലുണ്ട്. നമ്മൾ വന്ന ഒരു മാർച്ചിലാണേ. പക്ഷെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ, കാന്തല്ലൂരിലെ ക്ലൈമറ്റ് ഒരു പ്രത്യേകതരം ക്ലൈമറ്റാണ്. അതായത് നല്ല തണുപ്പാണ് മാർച്ചിലും. നമ്മളവിടെ നാട്ടിൽ ചുറ്റുമുള്ള സമയത്ത് കയറി വന്നത്. പക്ഷേ മൂന്നാറിൻ്റെ ഒരു ക്ലൈമറ്റ് അല്ല കാന്തല്ലൂർ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. വേറൊരു മൂടാ, നല്ല തണുപ്പാണ് രാത്രിക്കൊക്കെ. നമ്മൾ ഈ വട്ടവടയൊക്കെ പോയി കണ്ടേക്കൂട്ട് സെയിം കൈൻഡ് ഓഫ് ലാൻഡ്സ്കേപ്പാണ്. പിന്നെ ഇവിടെ ഒരു മലയുണ്ട്, ആ മലയുടെ അപ്പുറമാണ് വട്ടവട കേട്ടോ. ഇവിടുന്ന് 1.5 മണിക്കൂർ കാട്ടിക്കൂടെ നടന്നു കഴിഞ്ഞാൽ അവിടെ എത്താൻ. പക്ഷേ താൽക്കാലികമായിട്ട് അത് ക്ലോസ് ചെയ്തേക്കുക. ശരിക്കും ഇവിടെയൊക്കെ കോട കയറി കിടക്കുന്നുണ്ടല്ലോ, എന്ത് ഭംഗിയായിരിക്കല്ലേ. അല്ലേലും ഇങ്ങനത്തെ ഏരിയാസ് ഭയങ്കര രസമാണ്. ഈവൻ വട്ടവട, നമ്മുടെ പൂണ്ടി, പൂമ്പാറ എല്ലാം ഒരു സ്ലൈറ്റ് കോട വേണം. അതാണ് അതിൻ്റെ ഒരു ഇത്. ഇങ്ങനെ നമുക്ക് കാറിന് ഈ വഴി വരാൻ പറ്റത്തില്ലേ. കാര്യം കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും ഓഫ് റോഡാണ്. കുറച്ചൊരു ഏരിയ അങ്ങോട്ടേക്ക് ജീപ്പിന് മാത്രമേ ചാടിക്കും കയറി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ജീപ്പ് സഫാരീസ് ഉണ്ട് ഇവിടെ. നമ്മുടെ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ 2000-2500 റേഞ്ചിൽ ഒരു 4-5 പോയിൻറ്റ്സ് 2-3 മണിക്കൂർ നീണ്ടുന്ന ജീപ്പ് സഫാരിയൊക്കെ ഉണ്ട്. സംഭവത്തിൽ ചെറിയൊരു മാറ്റമുണ്ട്. എന്നാന്ന് വെച്ചാലേ, അവൻ്റെ ബാക്കിൽ ആ ടോപ്പ് ബോക്സ് ഇരിക്കുന്നുണ്ടേ എനിക്ക് എന്താ പ്രശ്നം എന്നറിയാമോ? അതായത് എനിക്ക് ഈ ടെന്നീസ് എൽബോ ഇവിടെ പിടിച്ചിട്ട് ഇച്ചിരി സീനായിട്ടിരിക്കുന്നുണ്ട്. ആ ബാക്കിൽ വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് പാളുന്നുണ്ട്. കയ്യിൽ കൺട്രോൾ കിട്ടുന്നില്ല. അപ്പോൾ സോജോയുടെ വണ്ടി ഞാൻ എടുത്തിട്ട് എൻ്റെ വണ്ടി സോജോയ്ക്ക് എടുക്കുന്നല്ലേ. നമ്മുടെ സ്റ്റിക്കർ ഇവിടുന്ന് ഇത്രയും പോർഷനാണ് ഓഫ് റോഡ്. കണ്ടാ, അത്രയുള്ള ഓഫ് റോഡ്. ഒരു 50 മീറ്റർ ഈ വഴി ശരിയാവുകയാണെങ്കിൽ നമുക്ക് കാറിനൊക്കെ അങ്ങോട്ട് വരാം. കൈക്ക് വേദന ഉള്ളതുകൊണ്ട് ചെറിയൊരു സീൻ. വിട്ടോ വരുന്നില്ലേ? എനിക്ക് തോന്നുന്നു അവിടുന്ന് ഒരു കിലോമീറ്റർ താഴെ ഉള്ളൂ കേട്ടോ ടൗണിൽ നിന്ന്. ഇത്ര 1.5 കിലോമീറ്റർ ഇത്രേ കാണാൻ ചാൻസ് ഉള്ളൂ. ഭ്രമരം ഷൂട്ടിംഗ് പോയിന്റ് ടൈം 6 AM to 6 PM. എൻട്രി ഫീ പെർ ഹെഡ് 20 രൂപ. ഇതാണ് ഭ്രമരം കുന്ന്. എൻ്റെ ബാക്കിൽ കാണുന്ന വീടില്ലേ, വീടെന്ന് വെച്ചാൽ ഏർമാടം കോണിയൊക്കെ കയറി മുകളിൽ പോയിട്ടുള്ള സെറ്റപ്പ്. അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. അവിടെയാണ് ഷൂട്ടിംഗ് നടന്നതെന്നാണ് ഇവിടുത്തെ ഉള്ളൊരു ചായക്കടയിൽ ചോദിച്ചപ്പം അറിയാൻ കഴിഞ്ഞത്. നമ്മുടെ ലാലേട്ടനൊക്കെ വന്നിട്ട് പൊളിച്ചിട്ട് പോയ സ്ഥലമാണ്. പിന്നെ ഇവിടുത്തെ മറ്റേ ജീപ്പിട്ട് കറക്കുന്നതൊക്കെ ഇവിടെയാണെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ വന്നപ്പോഴത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ സൺസെറ്റ് എന്ന് പറഞ്ഞാണല്ലോ, എന്ത് കിട്ടില്ല കളറാണ്. പിന്നെ ജീപ്പുകാർ വന്നിട്ട്
ഇവിടെ കൊണ്ട് കറക്കിയിട്ടൊക്കെ പോകും. അവരുടെ പാക്കേജ് ആയിട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ ജീപ്പിൽ കൊണ്ട് ഇറക്കിയിട്ട് പോകും. പിന്നെ നല്ല വൃത്തിയുള്ള എസ്തറ്റിക്കലി കിട്ടിലൻ ലുക്കിലുള്ള ഒരു ചായക്കടയുണ്ട്. ഒരു രക്ഷയില്ല, മഡ് ഹൗസ് ഒക്കെ പോലത്തെ സാധനം. പിന്നെ ഇവിടുന്ന് നടന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ താഴത്തെ കിടിലം വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങ് ദൂരമുള്ള ഒരു വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റും. ഇതിൻ്റെ അപ്പുറത്തൊരു മലയുണ്ട്, വലിയൊരു മല കാണാം. ആ മലയുടെ അപ്പുറയാണ് വട്ടവട. ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയാൽ ഇവിടെ കാന്തല്ലൂരും അപ്പുറത്ത് വട്ടവട. അതാണ് ഇതിൻ്റെ ഒരു ജിയോഗ്രഫിക്കലി പറയുവാണെങ്കിലുള്ള ഒരു സെറ്റപ്പ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഭയങ്കര സമാധാനം, പ്രകൃതിയായിട്ട് ഇങ്ങനെ ഇഴുകിച്ചേർന്ന് കിളികളുടെ സൗണ്ട്, നല്ല സൺസെറ്റിൻ്റെ റേസൊക്കെ അടങ്ങിയ ലൈറ്റ്. എന്താ മൂഡ്. നല്ലൊരു സ്ഥലം കേട്ടോ കാന്തല്ലൂർ. കുഞ്ഞിതാണ് പക്ഷേ രസമാണ്. പിന്നെ ഇവിടെ മറ്റേ ലെമൺ ഗ്രാസ് പോലില്ലേ, പുൽത്തൈലവും യൂക്കാലിയൊക്കെ ഉണ്ടാക്കുന്ന കുടിൽ വ്യവസായം പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഒരു കുഞ്ഞൻ ഫാക്ടറി, അതും തൊട്ട് മുമ്പിലാണ്. കാന്തല്ലൂരിൽ നിന്നും റൊണാൾഡോയുടെ കൂടെ ഷെബിൻ ഷംസുദ്ദീൻ. ഇഞ്ചിപ്പുല്ല് ഇഞ്ചിപ്പുല്ല് നമ്മൾ വാറ്റുന്ന സ്ഥലം. കാണാൻ പറ്റും, കൊടുക്കും. കാണാൻ പറ്റും. ഞങ്ങളിപ്പോൾ തീയിട്ട് വാരി കൊണ്ടിരിക്കും. അവിടെ പുല്ലിടും കേട്ടോ. ഇവിടെ പുല്ലിടും. അതിൽ ഇതിന് കൂടി പോകും. ഇത് വെള്ളം തിളപ്പിച്ചിട്ട് ഇവിടെ ഒഴിക്കാൻ വേണ്ടി വെള്ളമാ. ഇത് ഉള്ള വെള്ളം ഇറങ്ങിയിൽ പോയി താഴെ തൈലും പോകും. അവിടെ നിന്ന് ഒഴുകി ഇവിടെ വരും. അവിടെ നിന്ന് ഒഴുകി ഇവിടെ വരും. തൈല് മുകളിൽ നിൽക്കും, വെള്ളം വന്ന് താഴെ നിൽക്കും. അതിന് അരിച്ചെടുക്കും. അരിച്ചെടുക്കും നമ്മൾ. ഇത് കറണ്ട് വെച്ച് അരിച്ചെടുക്കും. ഇത് എത്ര നേരം ചെയ്താലാണ്? നമ്മൾ ഒരു സെമ്പ് വന്ന് 2.5 മണിക്കൂറാകും. 2.5 മണിക്കൂറാകും. 2.5 മണിക്കൂർ ഒരു സെമ്പ് എടുത്ത് അടച്ച് എത്ര ml കിട്ടും? അത് വന്ന് 150 ml 100 ml ഇത്രയും കുട്ടികൾ കിട്ടും. എത്ര രൂപ ഇവിടെ? ഇതൊന്ന് വില വന്നത് 50 ml 150. 50 ml 150. ഒറിജിനൽ സാധനം കിട്ടും. ഒറിജിനൽ സാധനം. ഇത് ലൈവായിട്ട് ഇപ്പൊ തന്നെ എടുത്തരും. കാട്ടുതേൻ ഇത് ലൈവായിട്ട് നമ്മൾ തരുന്നുണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല കട്ടിയുള്ള വേണം അല്ലേ? 50 മില്ലിക്ക് 150. 3500 കടയിലൂടെ 3500. ഇപ്പം എനിക്കറിയാം. എന്താ ഗൂഗിൾ പേ ഉണ്ടോ? ഓക്കെ, ഗൂഗിൾ പേ ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ മേടിച്ചു. ഒറിജിനൽ സാധനം കിട്ടും. പിന്നെ മറ്റേ യൂക്കാലി ഉണ്ടല്ലേ? അയ്യോക്കാലുണ്ട്. ഓക്കെ. റൊണാൾഡോ ആരെവിടെ കൊണ്ടുവച്ചാ? റൊണാൾഡോ പുള്ളി തന്നെ ഉണ്ടാക്കി സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാ. ഇവിടെ തന്നെ മരം വെട്ടിയിട്ട് ഇവിടെ തന്നെ ഉണ്ടാക്കിയത്. നമ്മുടെ അന്ന് ഷൂട്ടിംഗ് ടൈമിലൊക്കെ നിങ്ങൾ ലാലേട്ടനൊക്കെ വന്ന സമയത്ത് 15 വർഷമായി പ്രമറ ഷൂട്ട് ചെയ്തപ്പോ. 15 വർഷമല്ലേ? ഇപ്പൊ ചേട്ടനൊക്കെ മറന്നു പോയിക്കാണ്. എന്റെ പേര് രാജഗോപാൽ. പളനിസ്വാമി ആണ്. ഓക്കെ, താങ്ക് യു. പിന്നെ ഇത് എൻ്റെ ബാക്കിൽ മറ്റേ കാണുന്ന ഏറുമാടമല്ല, അതിൻ്റെ അപ്പുറത്തൊരു വഴിയുണ്ട്. ആ വഴി കൂടെ അങ്ങ് പോയി കഴിഞ്ഞാൽ അവിടെ വിശാലമായ ഒരു ഏരിയ ഉണ്ട്. നല്ല രസമാണ്. താഴെ കുറേ ഗ്രാമങ്ങളൊക്കെ കാണാം. ഇത് ആക്ച്വലി ഉണ്ടല്ലോ തമിഴ്നാടുമായിട്ടാണ് ഒത്തിരി ക്ലോസ് ആയിട്ട് നിൽക്കുന്ന കാന്തല്ലൂർ. നമ്മൾ മറയൂരിൽ നിന്ന് കാന്തല്ലൂർ എത്തുന്നതിന് മുമ്പ് ഒരു പാറയും ചുരമൊക്കെ കയറിയിട്ട് 9 ഹെയർ പിന്നുള്ള ഒരു ചുരം കയറാം, ചെറിയ ചുരം. അപ്പോൾ അവിടെ ആനക്കൊട്ടപ്പാറ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു എക്കോ ഷോപ്പും 2 സൈഡിലും മറ്റേ ചന്ദനമരങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അത് റിസർവ് ഫോറസ്റ്റിൻ്റെ ഏരിയ ആണ്. റിസർവ് ഫോറസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ചന്ദനമരങ്ങളൊക്കെ ഉള്ളതായിരിക്കും. അപ്പോൾ താഴെ റേഞ്ച് ഓഫീസറൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഇത് കഴിഞ്ഞിട്ട് എക്കോ ഷോപ്പ് കഴിഞ്ഞിട്ട് വേറെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകത എന്ന് വെച്ചാൽ മുനിയറ എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് പണ്ട് മുനിമാരൊക്കെ തപസ് ചെയ്തിരുന്ന ഒരു സെറ്റപ്പ്. അതായത് ഇങ്ങനെ പാറക്കല്ല് അടുക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പാറയുടെ തന്നെ റൂഫൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തിരുന്ന് ഇവർ തപസ് ചെയ്യുമായിരുന്നു. അപ്പം അങ്ങോട്ടേക്ക് ഒന്ന് കാണാൻ വേണ്ടി കയറുവാണേ. അപ്പോൾ ഈ എക്കോ ഷോപ്പിൻ്റെ അവിടെ നിന്ന് 20 രൂപയുടെ പാസ് എടുത്തിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട്. ഭയങ്കര വിശാലമായ ഒരു ഏരിയ ആണ്. പിന്നെ അവിടെ ഒരു ചെറിയൊരു അമ്പലം പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അതെന്താണെന്ന് അറിയത്തില്ല, നോക്കണം. ഒന്ന് മുനിയറയുടെ കാഴ്ചയോടെ കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്ന മുനിയറയ്ക്ക് 2 കഥകളുണ്ട്.
ഒന്ന് പണ്ട് പ്രകൃതിക്ഷോഭത്തിൽ നിന്നൊക്കെ കാറ്റും മഴയൊക്കെ ഉണ്ടാകത്തില്ലേ, അപ്പോഴത്തേക്കിനും രക്ഷ നേടാൻ വേണ്ടി വന്നിരിക്കാനുള്ളതാണെന്നും പിന്നെ മുനിമാർ തപസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണെന്നുള്ള 2 അസംഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതാണ് കറക്റ്റ് എന്ന് അറിയത്തില്ല. ഇത്രയും വലിയ പാറ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതൊക്കെ ഒരു ചോദ്യചിഹ്നമാണ്. ഭയങ്കര വലിപ്പമല്ലേ. പിന്നെ ശിലായുഗമില്ലേ, ശിലായുഗത്തിൽ പാണ്ഡ്യന്മാരൊക്കെ ഉള്ള കാലഘട്ടത്തിൽ തമിഴ്നാട്ടിലും നമ്മുടെ കേരളത്തിൻ്റെ ഈ തമിഴ്നാടിനോട് അടുത്തുള്ള ഈ മറയൂർ, കാന്തല്ലൂർ ഏരിയസിലൊക്കെ ഇതുപോലത്തെ മുനിയറാസ് കുറേ ഉണ്ടെന്നാണ് നല്ല ഉണ്ട്, കുറേ ഉണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ തന്നെ നമുക്ക് ചുറ്റും നോക്കിയാൽ കുറേ മുനിയറകളുണ്ട്. വലിയ പാറക്കല്ലിൻ്റെ മേളിയിരിക്കുന്നത്, നല്ല ഷേപ്പിൽ നമ്മുടെ വീടിൻ്റെയൊക്കെ റൂഫ്, പരന്ന റൂഫൊക്കെ പോലെ തന്നെ. അപ്പോൾ അത്രയാണ് മുനിയറയുടെ കാഴ്ച കേട്ടോ. കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ക്യാമ്പ് സൈറ്റിലെത്തി കേട്ടോ. നമുക്ക് മറ്റേ ഹണി റോക്ക് കാണാൻ പറ്റിയില്ല, നാളെ നോക്കാം. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ക്യാമ്പ് സൈറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പറയുക, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല ഡിന്നറും ഇവിടെ കോംപ്ലിമെൻ്ററി ആണ്. നമ്മളിത് ഡിന്നർ കഴിക്കാൻ പോവാണ്. സ്പെഷ്യൽ എന്നാ നമുക്ക് കാണുന്നത് ഫ്രൈഡ് റൈസ് ആണ് സ്പെഷ്യൽ. ചില്ലി ഗോബി മഞ്ചൂരിയൻ ഉണ്ടെന്ന് തോന്നുന്നു. പൊറോട്ട ഉണ്ട്, കേരള പൊറോട്ട നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആണ് കേരള പൊറോട്ട. പിന്നെ ചിക്കൻ കറിയല്ല, കോഴിക്കോട് സ്ഥലത്തേക്ക് നിക്കാല എന്ന് പറയുന്നത്, അതായത് ഫുഡ് ഓർഡർ പ്രകാരം സെർവ് ചെയ്യുന്ന സ്ഥലം. നല്ല ഫുഡ് അല്ലേ, ഫുഡ് അടിപൊളിയാട്ടോ, ഒന്നും പറയാനില്ല. ബ്രേക്ക്ഫാസ്റ്റ് കിട്ടലായിരുന്നു, ഡിന്നറും അടിപൊളിയാണ്. ഇത് നൈസല്ലേ ഈ ഡിന്നറും കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കുന്നത്. അല്ല പിന്നെ അതിന് വേറെ പൈസ കൊടുക്കണം, വേറെ തപ്പി പോകണം, അങ്ങനെയൊന്നുമില്ല. നല്ലൊരു പെർഫെക്റ്റ് ക്യാമ്പിംഗ് സെറ്റപ്പാണ്. കഴിഞ്ഞിട്ട് പരിപാടി ക്യാമ്പ് ഫയർ. നല്ല തണുപ്പാണ് ഇവിടെ. ഇവിടെ ഓൾ ടൈം ഇങ്ങനെ അല്ലേ. കോടമഞ്ഞിൻ്റെ ലെവൽ വിട്ടിട്ട് ഇതേ മഴ ചാറുന്നു കേട്ടോ. മറ്റേ നൂലുമഴയില്ലേ, മൂന്നാർ സ്പെഷ്യൽ നൂലുമഴ അതിങ്ങനെ വീണുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഈ നമ്മൾ താമസിക്കുന്ന പ്രോപ്പർട്ടിയിലെ കുറേ ചെടികൾ, പ്രോപ്പർട്ടി മാത്രമല്ല ഇവിടെ ഞാൻ ശ്രദ്ധിച്ച മെയിൻ ഒരു കാര്യമാണ്, എല്ലായിടത്തും ഇഷ്ടം പോലെ ചെടികളുണ്ട്. വീടിന് മുറ്റത്താണേലും പോകുന്ന വഴിക്കാണേലും എല്ലാം നല്ല രീതിയിൽ. ഇപ്പോൾ കുറേ എനിക്കറിയത്തില്ലാത്ത കുറേ ചെടികളുണ്ട്. അതിൻ്റെ അകത്തൊക്കെ ഈ മടത്തിൽ നിന്ന് ഇങ്ങനെ വീണിട്ട് ബാക്ക് ഡ്രോപ്പിൽ കോടമഞ്ഞൊക്കെ ആയിട്ട് ഭയങ്കര രസമുള്ളൊരു കാഴ്ച കേട്ടോ. മഴയും നല്ല ഇവിടെ. അപ്പം അതിലൂടെ നടന്നപ്പം ഇങ്ങനെ ഒരു ചേട്ടനോട് പറഞ്ഞു മഴയാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി പറയാം ഇത് കാന്തല്ലൂരല്ലേ, ഇവിടെ അങ്ങനെയാണ്. പെട്ടെന്ന് ക്ലൈമറ്റ് മാറുന്നു. ഇന്നലെ എന്ത് വെയിലായിരുന്നു, ഭയങ്കര കിട്ടില്ല സൺറൈസും കാര്യങ്ങളൊക്കെ കണ്ട്. ഇന്ന് സൂര്യനെ നമ്മൾ കണ്ടിട്ടേ ഇല്ല, ഉച്ചയായി നോക്കി. എന്താ മൂഡ്. മഞ്ഞെന്ന് പറഞ്ഞാലേ മഞ്ഞങ്ങോട്ട് കൂടിയിട്ടുണ്ടല്ലോ എൻ്റെ സാറേ, ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ലാത്ത അവസ്ഥ അല്ലേ. ഓ നോക്ക് 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 നോക്ക്, കാന്തല്ലൂർ ടൗൺ നോക്ക്, എന്തെങ്കിലും കാണാമോ? മൂന്നാറിലേ ചൂടാന്നോർത്ത് ജാക്കറ്റ് പോലെ എടുക്കാൻ വന്ന ഞാൻ. ക്ലൈമറ്റ് നല്ല നമ്മൾ തിരിച്ച് ക്യാമ്പ് സൈറ്റിലെത്തി കേട്ടോ. 12 മണി ഉച്ചയ്ക്ക്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ? നോക്ക്. ഓ രക്ഷയില്ലെന്ന് പറഞ്ഞാൽ അന്യായം മൂട് കേട്ടോ. ഇനി ഞാൻ ഈ ക്യാമ്പ് സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാവേ. ഇവിടെ മൊത്തം 11 എ ഫ്രെയിംസ് ഉണ്ട്. 11 എ ഫ്രെയിംസിൽ 10 ഡബിൾ ഒക്യുപ്പൻസി 2 പേർക്ക് കിടക്കാവുന്ന സെറ്റപ്പും, ബാക്കിയുള്ള ഒരെണ്ണത്തിൽ 2 റൂം കൂട്ടി ഒരു എ ഫ്രെയിം. അപ്പോൾ അവിടെ 4 പേർക്ക് കിടക്കാം. അതിൽ മാത്രം അറ്റാച്ച്ഡ് ഉണ്ട്. ബാക്കി 4 കോമൺ ടോയ്ലറ്റ് പുറത്തും 2 കുളിമുറികൾ. 10 4 ടോയ്ലറ്റ് പുറത്തുണ്ട്. ഒരേ ഫ്രെയിമിൽ ബാത്റൂം അറ്റാച്ച്ഡുമാണ്. അതാണ് ഇവിടുത്തെ സെറ്റപ്പ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും കോംപ്ലിമെൻ്ററി ആണ്.
ക്യാമ്പ് ഫയർ ഓൾവേസ് അതും ഉണ്ടാകും വൈകിട്ട്, മഴയൊന്നും ഇല്ലെങ്കിൽ കേട്ടോ. പിന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, ജീപ്പ് എടുത്തിട്ട് സവാരിക്കൊക്കെ പോകണമെങ്കിൽ 2000-2500 റേഞ്ചിനൊക്കെ 2.5 മണിക്കൂർ 3 മണിക്കൂർ അങ്ങനെ അത് എക്സ്പീരിയൻസ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇവിടെ ഈ ഒരു ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെ ഇരിക്കാൻ പ്രത്യേക ഒരു മൂടാണ്. എനിക്ക് എന്ത് രസമല്ലേ. ഇതിൻ്റെ കോസ്റ്റ് വരുന്ന പെർ ഹെഡ് റേറ്റിലാണ് കേട്ടോ. ഒരു 1750-800 ആ റേഞ്ചിലൊക്കെയാണ് റേറ്റ് വരുന്നത്. അതിൽ ബ്രേക്ക്ഫാസ്റ്റും ക്യാമ്പ് ഫയറും ഡിന്നറും എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. ഒരു റൂമിൽ 2 പേര് മാക്സിമം, അത്രേ ഉള്ളൂ. ഇവിടുത്തെ അക്കോമഡേഷൻ ഡീറ്റെയിൽസ് ഞാൻ നോക്കിയിട്ട് ആ കോസ്റ്റിന് ബെസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഗ്രൂപ്പായിട്ടൊക്കെ വരുന്നവർക്കൊക്കെ അടിപൊളി പരിപാടി ആയിരിക്കും, ഒരു സംശയമില്ല. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴ ഓൾ ടൈം വെള്ളം ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇപ്പം മാർച്ചിൽ ഫുള്ള് പറ്റിക്കിടക്കുന്ന സമയത്തും അതിൻ്റെ അകത്ത് വെള്ളമുണ്ട്. ബാക്കി മഴയൊക്കെ ഉള്ള സീസണിലാണെങ്കിൽ നല്ല വെള്ളമൊഴുക്കുണ്ടാകുന്ന ഒരു പുഴയുണ്ട് ഇതിന് തൊട്ട് മുന്നിൽ. നമ്മളെ വില്ലേജിൽ കൂടെ ഒക്കെ നടന്ന് കാലാവസ്ഥ മഞ്ഞ് മാറുന്നില്ലാത്തതുകൊണ്ട് വിശന്ന്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളിത് ഇവരുടെ തന്നെ, നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തില്ലേ, അവരുടെ തന്നെ ഒരു പ്രീമിയം സെറ്റപ്പ് ഉണ്ട്, കോട്ടേജസ് ഒക്കെ ആയിട്ട്. അങ്ങോട്ടേക്ക് വന്നേക്കാണ്. അവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. നമ്മൾ ഇന്ന് ഇവിടെ ആയിരിക്കും സ്റ്റേ ചെയ്യാനും പോകുന്നത്. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു റൗണ്ട് കൂടെ നടക്കാം. പിന്നെ ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ട് കാണാതിരുന്ന മറ്റേ ഹണി റോക്കൊക്കെ അല്ലേ, അതൊക്കെ പറ്റുവാണെങ്കിൽ ഇപ്പോൾ പോയി കാണാം. ഓക്കെ, ഇത് ഫുള്ളൊരു കാട് മണം അല്ലേ, സൗണ്ടും. അത് പക്ഷികളുടെ സൗണ്ട്, അണ്ണാൻ്റെ സൗണ്ട്, കുരങ്ങന്മാർ. ഒരു മിഡ് റേഞ്ചിൽ നിൽക്കുന്ന ഒരു 6-7 റൂംസും ഒരു മഡ് ഹൗസും ഉള്ള നല്ലൊരു പേരും പെരുമയൊക്കെ ഉള്ളൊരു പ്രോപ്പർട്ടിയാണിത്. ഇവിടെ എനിക്ക് തോന്നുന്നത് 3500 തൊട്ട് 5000-6000 റേഞ്ച് വരെയൊക്കെയുള്ള റൂംസ് ഉണ്ട്. ആകെ 7 റൂംസേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട ഒരു പേഴ്സണൽ കെയറും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടും. ഇൻഡിവിജ്വൽ കോട്ടേജസ് ആണ്, അതുകൊണ്ട് പ്രൈവസിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ നല്ലൊരു വൃത്തിയുള്ളൊരു മഡ് ഹൗസും. നമ്മളിങ്ങനെ കല്ല് പതിച്ച വഴികളിലൂടെ കയറി വരുമ്പോൾ തന്നെ കഫറ്റീരിയ അല്ലെ റെസ്റ്റോറൻറ്റ് സെറ്റപ്പൊക്കെ ഉണ്ട്. അതിൻ്റെ ബാക്കിൽ 2 റൂമുണ്ട്. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ഹണി റോക്കില്ലേ, അത് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമേ. പിന്നെ ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന ഇതൊക്കെ ഇൻഡിവിജ്വൽ കോട്ടേജസ് ആണ്. 5 കോട്ടേജസ് ഉണ്ട്. പിന്നെ നേരെ അവിടെ കാണുന്നതാണ് മഡ് ഹൗസ്. ഇതാണ് ഇവിടുത്തെ മഡ് ഹൗസ്. നൈസ് ലുക്ക് ഒരു മഡ് ഹൗസ്. ശരിക്കും ഈ മുറ്റത്തെ ഇലകളൊക്കെ വീണ് കിടക്കുന്ന കാഴ്ചകളെ കാണുമ്പോൾ തന്നെ എന്താ പറയുന്നത്, ഒരു ഭയങ്കര ഒരു ഒറിജിനൽ ഫീൽ കിട്ടും. അതായത് നമ്മളൊരു കുടിലൊക്കെ ചെന്ന് താമസിക്കുന്ന ഒരു ഫീൽ ഇവിടെ കിട്ടും. പിന്നെ കംപ്ലീറ്റ്ലി മഡും അതിൻ്റെ എന്താണ് തടിയും വെച്ചിട്ട് മാത്രം ഉണ്ടാക്കിയേക്കുന്നതാണ്. വേറെ ഫ്രെയിംസോ കാര്യങ്ങളൊന്നുമില്ല. ഫുള്ളി അങ്ങനെയാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൽ ചൂടാക്കാൻ വേണ്ടി ഇതിൻ്റെ പുറത്തൊരു ചിമ്മിനി അടുപ്പില്ലേ, അതും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ മഞ്ഞത്തോട് നടന്ന് തണുത്തിട്ട് കഴിക്കാൻ വേണ്ടി ഗുരുജി എന്ന് പറഞ്ഞ ഇവിടെ ഒരു കടയുണ്ട്. അടിപൊളി ഫുഡായി, നല്ല തേങ്ങ അരച്ചല്ലേ ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. കഴിച്ചു. അപ്പോൾ ഇവിടുത്തെ അച്ഛനോട് ഞങ്ങൾ ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. ഈ കാന്തല്ലൂരിൽ നിന്ന് എങ്ങനെയാണ് പേര് വന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഈ കാന്തല്ലൂർ ഗ്രാമം ഉണ്ടായ സംഭവത്തിൽപ്പെട്ട ആൾക്കാരിൽ നിന്നും ഞാൻ അറിഞ്ഞ ഒരു ലൈന ഞാനിപ്പോൾ എന്നോട് ഞാൻ പറയുന്നത്. അപ്പോൾ അത് വർഷങ്ങൾ കഴിഞ്ഞ സംഭവമാണ്. പഞ്ചപാണ്ഡവർ വനവാസം നടത്തിയത് ഇവിടെയാണ്. ആ വനവാസം നടത്തിയ ആ വനത്തിൻ്റെ പേര് മന്നമഞ്ചോല. കൃഷ്ണര് ഇവകളെ തേടി വന്നിരിക്കുന്നത്. കൃഷ്ണൻ ഇവരെ അന്വേഷിച്ച് വന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ വനത്തിൽ വെച്ച് ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ധൃതരാഷ്ട്ര, ഈ പഞ്ചപാണ്ഡവർ 5 പേരുടെ മൂത്തയാൾ, പുള്ളി കൃഷ്ണനെ കണ്ട വഴി തന്നെ പറഞ്ഞു, കന്ത ഇത് നല്ല ഊര്, കന്ത ഇത് നല്ല ഊര് എന്ന് പറയുമ്പോൾ കാന്തല്ലൂര്. അങ്ങനെയാണ് ഈ ഏരിയയ്ക്ക് കാന്തല്ലൂരിന് പേര് വന്നതെന്നാണ് ഇവിടെ ഐതിഹ്യമായിട്ട് ഇവിടെ ആ കാലങ്ങളിൽ ജീവിക്കുന്ന അവർ നമ്മളോട് പറഞ്ഞത്. അതാണ്, അങ്ങനെയാണ് എനിക്കറിയപ്പെടുന്നത്. മലരാത പാതിമല പോലെ വളരും വിടിവണ്ണമേ, வந்து விடிந்தும் விடியாத காலை பொழுதாயி விளைந்த கலையன்னமே, நதியில் விளையாடி கொடியில் தலை சீவி
நடந்த இளம் தென்றலே வளர்பொதிகை மலை தோன்றி மதுரை நகர் கண்டு பொலிந்த தமிழ் மன்றமே. എന്റെ അപ്പന് കടയാ നാട്ടില്. പുള്ളി ഇതുപോലെ കടയാലും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് എനിക്ക് ഭക്ഷണം കൊടുത്ത് ആൾക്കാർ നമ്മൾ ഭക്ഷണം അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമ്മളോട് ഒരു ലൈൻ, നല്ലൊരു ലൈൻ, ഒരു സ്നേഹ ലൈൻ നമ്മളോട് ഇങ്ങോട്ട് ആത്മാർത്ഥമായ ഒരു ലൈൻ ഇങ്ങോട്ട് കാണിക്കും ഭക്ഷണം കൊണ്ട് കൊടുക്കുമ്പോൾ. ആ കൊടുത്ത് കഴിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ആകുമ്പോൾ ഞാൻ അവരെ ഒന്നും കൂടി അങ്ങോട്ട് കവർ ചെയ്യും. അപ്പം അവർ ഇങ്ങോട്ട് വിടും. അങ്ങനെ ഞങ്ങൾ അങ്ങനെയാണ്. അടിപൊളി ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. അതിന്റെ ഉണ്ട്, അറിയാനുണ്ട്. എല്ലാം നല്ലപോലെ മൂപ്പിച്ചെടുക്കോളും. മസാലയൊക്കെയോ? മസാലയൊക്കെ നമ്മൾ നല്ല വറുത്ത് മൂപ്പിച്ച് അരച്ചെടുക്കുക. പിന്നെ നമ്മള് കഴിക്കുന്നതല്ലേ, ഞങ്ങള് കഴിക്കുന്നതാണല്ലോ. അത് കാരണം ഇവിടെ തന്നെ താമസം. വീടൊക്കെ ഇവിടെ കിടക്കും, ഞങ്ങള് താഴെ കിടക്കും. താഴെ വീടുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ജീവിതമൊക്കെ? ജീവിതം ഇടയ്ക്ക് തണുപ്പ്, ഇടയ്ക്ക് ചൂട്, പിന്നെ സുഖമായ ജീവിതം. നമ്മൾക്ക് നല്ല വായു, സമാധാനമുണ്ട്. നല്ല വെള്ളം, വായു ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇല്ല ഇല്ല. കൂട്ടുകാരൻ ഒരാളെന്തേ ദോശ. ദോ എന്ന് പറഞ്ഞ രണ്ടെന്നാണ് ഹിന്ദിയിൽ അർത്ഥം. അപ്പോൾ ഷ ഒഴിക്കുമ്പോൾ ഒരു ഷ, മറിച്ചിടുമ്പോൾ ഒരു ഷ, അപ്പോൾ രണ്ട് ഷ. ദോശ. ദോശ. നീ എന്റെ ഒഴുകി വന്നു പൂന്തിങ്കളേ, നീ എന്റെ ഒഴുകി വന്നു പൂന്തിങ്കളേ, നീരാടുവാൻ നിളയിൽ നീരാടുവാൻ. കിട്ടില്ല സമയത്തിന് കേട്ടോ. ഇത് അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറേ പാട്ട്, കുറേ വിശേഷങ്ങളൊക്കെ നമ്മളുമായിട്ട് പങ്കുവച്ചായിരുന്നു. ഇതെല്ലാം കൂടി ഇപ്പൊ കേൾപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ വേറെ വീഡിയോ ആയിട്ടിടാം കേട്ടോ. ഫുള്ള് അൺകട്ട് വേർഷൻ. സുമാരൻ ചേട്ടൻ അല്ലേ? സുമാരൻ. അപ്പൊ നമ്മുടെ ഗുരുജി ഹോട്ടൽ നല്ല തേങ്ങയൊക്കെ അരച്ച നല്ല അടിപൊളി ചിക്കൻ കറിയും എല്ലാം കിട്ടും, വിറകടുപ്പിൽ വെച്ചത്. ഓക്കെ, ഒത്തിരി സന്തോഷം. ശരി, പോട്ടെ. ശരി, കാണാനി. ഇനി നമ്മൾ പെൻഡിങ്ങിൽ വെച്ച ആ ഒരു സാധനം ഇവിടെ കയറി കണ്ടാലോ, ഹണി റോക്ക്. അപ്പം അതിൻ്റെ ഒരു എൻട്രൻസ് ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മളാ നിന്ന മെയിൻ റോഡിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 10-200-300 മീറ്റർ താഴോട്ട് ഇറങ്ങുമ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയ ബിൽഡിംഗ് ആണ്. അവിടുന്ന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ഹണി റോക്ക് എൻട്രി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഇവിടെ 20 രൂപ പാസ്സാണ്, പക്ഷേ ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് ആളില്ലാത്തതുകൊണ്ട് തോന്നുന്നു ആരും ഇല്ല അവിടെ. അപ്പം നമുക്ക് അതിൻ്റെ അകത്തോട്ട് കയറി ഹണി റോക്ക് കൂടെ കണ്ടിട്ട് പരിപാടി നിർത്താം. നമ്മളിങ്ങനെ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും കുറേ എണ്ണം ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്. 100 കണക്കിന് എന്താ അതിന് പറയുന്നത്, ആ സാധനം, ആ കൂടില്ലേ, തേനീച്ച കൂട്, ആ സാധനം ഇവിടെ ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്. നമുക്ക് ഇവിടെ നിന്നൊക്കെ കാണാൻ പറ്റുമേ. ചിലതിലൊക്കെ തേനീച്ച ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. ബിബിലേ, ഓടിച്ചിട്ട് കുത്തുവോ? ജാക്കറ്റ് ഇട്ടുകൊണ്ട് ദേഹത്ത് കുത്തുവല്ല, സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നോക്കിയാൽ കാണാൻ ചിലതിന് മാത്രം തേനീച്ചുണ്ട്, മറ്റേതാ റാട്ടില്ലേ അത് മാത്രമല്ല കേട്ടോ. പണ്ടൊക്കെ ഇവിടെയൊക്കെ സ്ഥിരം ആൾക്കാർ കയറി എടുക്കുമായിരുന്നു എന്ന് പറഞ്ഞേ. ഇപ്പം അങ്ങനെ എടുക്കുന്നതൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്നൊക്കെ താഴെ ഒരു ചേട്ടൻ പറഞ്ഞേ. എന്താ അതിൻ്റെ റീസൺ എന്നൊന്നും അറിയത്തില്ല. കുറേ ഉണ്ട് കേട്ടോ. അയ്യോ, അതാണ് ഹണി റോക്ക് മാറിപ്പോലെ. ഓക്കെ, അപ്പോൾ അത്ര എക്സൈറ്റിംഗ് ആയിട്ടൊന്നും ഇല്ല കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം, ഇങ്ങനെ കിടക്കുന്നത്. അടുത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല, ഒത്തിരി ദൂരെ. അത് നമ്മൾ കയറി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒളിപ്പിച്ചങ്ങ് മോളിൽ കൊണ്ട് വെച്ചേക്കും ആശാൻ. എന്തല്ലേ, അതേ നടക്കാമല്ലോ കേട്ടോ. ഒരു 1 or 2 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് അതിൻ്റെ താഴെ എത്താവേ. ഇനി നമുക്ക് കാന്തല്ലൂരിൻ്റെ ഈ ഏരിയയിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത് ഫാമുകളാണ് കേട്ടോ. സ്ട്രോബെറി, മാങ്ങ ഉണ്ടോ, ആപ്പിൾ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തൊക്കെയുണ്ട്. അപ്പോൾ നമ്മൾ താമസിച്ച കാന്തല്ലൂർ മെയിൻ ടൗണില്ലേ, അവിടുന്ന് 2 കിലോമീറ്റർ മുകളിലോട്ട് കയറുമ്പോഴത്തേക്കിനും പെരുമല എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാമമുണ്ട്. അവിടെ കുറേ ഫാംസ് ഉണ്ട് കേട്ടോ.
ഭയങ്കര എസ്തറ്റിക്കലി കിട്ടില്ല ഒരു ഗ്രാമം എന്ന് വെച്ചാൽ ഒരു മലയുടെ മേളിൽ ഇങ്ങനെ ഇരിക്കുന്നു, ബാക്ക് ഡ്രോപ്പിൽ ഫുള്ള് മൗണ്ടെയിൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയുള്ളൊരു ഗ്രാമം. ഈ പെരുമല കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫോറസ്റ്റ് ആണ്. ഇന്നലെ പറഞ്ഞില്ലേ 6 കിലോമീറ്റർ ഫോറസ്റ്റ് ആണ്. ആ ഫോറസ്റ്റ് ക്ലോസ്ഡ് ആണ്, മീൻസ് നമുക്ക് വണ്ടി കൊണ്ട് പോകാൻ പറ്റത്തില്ല. അത് പറ്റുമായിരുന്നെങ്കിൽ അവിടുന്ന് എളുപ്പത്തിൽ നമുക്ക് പല സ്ഥലത്തോട്ട് എത്തായിരുന്നു, ഈസി ആയിട്ട് നമുക്ക് മൂന്നാറൊക്കെ എത്തായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ക്ലോസ്ഡ് ആയതുകൊണ്ട് ആ പരിപാടി നടക്കത്തില്ല. മറ്റേ കുണ്ടല ഡാമൊക്കെ ഇല്ലേ, കുണ്ടല, മൂന്നാറിൽ നമ്മുടെ മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞിട്ട് അവിടെയൊക്കെ ചെന്ന് കയറായിരുന്നു. ഈ ഗ്രാമത്തിൻ്റെ പേര് പെരുമല. പെരുമല. ഈ കാന്തല്ലൂർ മൊത്തം ഇതുപോലെ എത്ര ഗ്രാമമുണ്ട്? അഞ്ചിനാടെന്ന് പറഞ്ഞ അഞ്ചിനാട്. ആ, പേരറിയാമോ ഏതൊക്കെയാണ്? മറയൂർ, കാരയൂർ, കീലാന്തൂർ, കാന്തളൂർ, പുത്തൂർ, പെരുമല. പെരുമല. ഇതിൽ വലുത് കാന്തല്ലൂരല്ലേ? കാന്തളൂർ ഒരു സിറ്റിയാണ്, ഒരു പഞ്ചായത്താണ്. ഇവിടെ മെയിനായിട്ടും ഈ ഫാംസ് ഒക്കെ വില്ലേജ് ആണ് അത്. ക്യാരറ്റ് என்ன விலை? கேரட்டு இப்போ வந்து சீசன் இல்லை, சீசன் இல்லாதனால கிலோ 50 ரூபா கொடுக்குறோம். 50 ரூபா. சீசனில் சீசன் ஆங்கம்மா 40 40 இப்போ எவ்வளவுமே கேரட் இல்லை, குறவா. எல்லா கிருஷி எல்லாம் சலங்கள்லாம் மொத்தம் சும்மா கிடக்குண்டு. நீங்கள் மே ஜூனில் தான் சீசன் ஆகும். மே ஜூனில் வெளுத்துளி, கேரட்டு, கேபேஜ் எல்லாம் வரும், உருளைக்கிழங்கு, பீன்ஸு எல்லாமே மே ஜூனில் வந்தால் சீசன் ஆகும். ഇതെപ്പോഴാണ് സീസൺ സ്ട്രോബെറി? ഡിസംബർ ടു ജൂൺ വരെ. ഡിസംബർ ടു ജൂൺ വരെയാണല്ലേ? ഓക്കെ. ഇതിപ്പോൾ എത്ര ഏരിയ ഉണ്ട് ഇത്? ഇത് 1 ഏക്കർക്ക് അടുത്തുണ്ട്. ഇവിടെ കുറേ ഉണ്ടോ ഫാം ഇങ്ങനെ? ഇവിടെ വേറെ സ്ഥലത്തെല്ലാം ഉണ്ട്. ഇവിടെ പെരുമനയിൽ വേറെ ഉണ്ടോ? പെരുമല ചെറിയ ഒരു കുറച്ച് തൈകളേ ഉള്ളൂ. ചെറിയ ഞങ്ങൾ വലിയ തൊട്ട് 25,000 തൈ നട്ടിട്ടുണ്ട്. 25,000? 5,000. എത്ര ദിവസം കൂടെ നമ്മൾ പറിക്കുന്നത്? ഒരു ദിവസം കഴിഞ്ഞ് പറിക്കാം. പിറ്റേ ദിവസം ഉണ്ടാവും? പിറ്റേ ദിവസം ഉണ്ടാവും. ഇവിടെ നാട് എവിടെയാ? മുണ്ടക്കയം. ഇവിടെ കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം. ഈ ഫാംസിലൊക്കെ സീസൺ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ എന്നത് മാത്രമേ സാധനം കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇവിടുത്തെ ചെറിയൊരു ടൗണിൽ കുറേ കടകളുണ്ട്. അവിടെ നമുക്ക് വേണ്ട ഐറ്റംസ് എല്ലാം ഉണ്ട്. പാഷൻ ഫ്രൂട്ട് ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, കൂർക്കയുണ്ട്, വെളുത്തുള്ളി ഉണ്ട്. പിന്നെ എനിക്ക് പേരറിയത്തില്ലാത്ത 1-2 ഐറ്റംസൊക്കെ ഉണ്ടേ. ഒക്കെ നമുക്ക് ഇവിടുന്ന് വലിയ റേറ്റ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് മേടിച്ചിട്ട് പോകാനൊക്കെ പറ്റും. നാട്ടിലെ കൂട്ട് പാഷൻ ഫ്രൂട്ട് അല്ല, വൈറ്റ് കളറാണ്, വൈറ്റ്. $500 കിലോ. ഈ സ്ട്രോബെറി സാധനം ഇച്ചിരി അഡിഷനാണ്. കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല. അപ്പോൾ നമ്മൾ കാന്തല്ലൂർ 2-3 ദിവസമായിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ കാന്തല്ലൂർ വരുവാണെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ക്ലൈമറ്റ് ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ 2 രീതിയിൽ പറയാം. ഒന്ന്, പെട്ടെന്ന് വെയിൽ വരും, പിന്നെ പെട്ടെന്ന് മഞ്ഞ് വരും. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല ഇവിടുത്തെ ക്ലൈമറ്റ്. നമ്മളിപ്പോൾ പെട്ടെന്ന് പോയിട്ട് ഉച്ച കഴിഞ്ഞ് ഷൂട്ട് ചെയ്യാമെന്നൊക്കെ ഓർത്തിരിക്കുമ്പോൾ പെട്ടെന്ന് മഞ്ഞ് കയറിയിട്ട് അടുത്തേക്കുന്നവരെ പോലും കാണാൻ പറ്റില്ലാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഇവിടെ മെയിൻലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലൈമറ്റാണ്. പിന്നെ ആൾക്കാർ നൈസാണ്, ചെറിയ ഗ്രാമങ്ങളുണ്ട്. കാഴ്ചകളെന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഇപ്പോൾ കൊടൈക്കനാലൊക്കെ പോയിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലത്തെ കാഴ്ചകളൊന്നുമായിട്ട് എക്സ്പെക്റ്റ് ചെയ്തിട്ട് ആരും ഇങ്ങോട്ട് വരില്ലേ. അതല്ല ഇവിടുത്തെ ഒരു മൂഡ്. ഇവിടുത്തെ മൂഡെന്ന് പറഞ്ഞാൽ ലൈഫ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വലിയ ലക്ഷറി ഒന്നും പ്രതീക്ഷിച്ച് കാന്തല്ലൂരോട്ട് ആരും വരില്ല. അങ്ങനത്തെ ഉണ്ട്, പ്രോപ്പർട്ടീസിലൊന്നുമല്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്ത ആ ഒരു സാധനം ഉണ്ടല്ലോ, വില്ലേജ് ലൈഫ്, ഇവിടുത്തെ ലോക്കൽസായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ അവിടുത്തെ ഒരു ലൈഫുമായിട്ട് എന്താ പറയുന്നത്, ഞാൻ എപ്പോഴും പറയുന്നത് ഇഴുകിച്ചേർന്ന് ആ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങൾ കാന്തല്ലൂരിനെ കാണുന്നതെങ്കിൽ ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ് ഇൻ മൂന്നാർ. അപ്പോൾ അത്രയൊക്കെ മനസ്സിൽ വെച്ചിട്ട് കാന്തല്ലൂർ എക്സ്പീരിയൻസ് ചെയ്യാൻ വരിക. ഒരിക്കലും നഷ്ടമാകത്തില്ല. പിന്നെ ഒരു ദിവസത്തേക്കൊന്നും ആരും വരല്ലേ. വരുവാണെങ്കിൽ ഇവിടെ 2-3 ദിവസം നിൽക്കുന്ന രീതിയിൽ വരിക. കാര്യം ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നല്ല ടൈം വേണം. ഒരു ദിവസം വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ പോകുന്ന രീതിയിലൊന്നും വരാതിരിക്കുക.